സുകന്യ സമൃദ്ധി യോജന കേന്ദ്ര സർക്കാരിന്റെ പെൺകുട്ടികളിലുള്ള പേരൻസിന് ഒരു സേവിംഗ് സ്കീമാണ്. ഇത് നല്ലൊരു ഓപ്ഷൻ ആണോ, അത് വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ? 250 രൂപ മുതൽ 1.5 ലക്ഷം വരെ നമുക്ക് അടയ്ക്കാൻ പറ്റും. പെൺകുട്ടികളുടെ പേരിലാണ് നമ്മൾ ഈ അക്കൗണ്ട് എടുക്കുന്നത്. അങ്ങനെ 15 വർഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. 21ാമത്തെ വർഷമാണ് ഇതിന്റെ മെച്യൂരിറ്റി വരുന്നത്. അവിടെ 8.2% നമുക്ക് റിട്ടേൺ കിട്ടും. അങ്ങനെ 1.5 ലക്ഷം രൂപ 15 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് 21 വർഷം നമ്മൾ ഹോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 69 ലക്ഷം രൂപയാണ്. ഇത് ടാക്സ് ഫ്രീയുമാണ്. ഇനി നമ്മൾ വേറൊരു ഓപ്ഷൻ നോക്കുന്നു. നമ്മൾ മ്യൂച്വൽ ഫണ്ട്സിലോ ഇൻഡെക്സ് ഫണ്ട്സിലോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. ഇവിടെ നമുക്ക് 12% നമുക്ക് കിട്ടും. ഇതേപോലെ തന്നെ 15 വർഷം നമ്മൾ 1.5 ലക്ഷം നമ്മൾ ഇടുന്നു. 21ാമത്തെ വർഷം വരെ നമ്മൾ ഹോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1,23,00,000 രൂപയാണ്. അവിടെ 10% നമ്മൾ ടാക്സ് അടയ്ക്കണം. അങ്ങനെ 10% ടാക്സ് അടച്ചാൽ പോലും അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 കോടിക്ക് മുകളിലാണ്. സുകന്യ സമൃദ്ധി യോജനയിൽ 69 ലക്ഷവും മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1 കോടി രൂപയും. അതുകൊണ്ട് തന്നെ വാല്യൂ ടേംസിൽ സുകന്യ സമൃദ്ധി യോജന നല്ലൊരു ഓപ്ഷൻ ഉണ്ട്. ഇനി ഫ്ലെക്സിബിലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഫിക്സഡ് മെച്യൂരിറ്റി ഉള്ള ഒരു സ്കീമാണ് സുകന്യ സമൃദ്ധി യോജന. അതേസമയം മ്യൂച്വൽ ഫണ്ട്സിൽ നമ്മൾ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. നമുക്ക് 21 വർഷത്തിന് വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ടാക്സ് ബെനിഫിറ്റിന് ATCയിലെ ടാക്സ് ബെനിഫിറ്റിന് മറ്റ് ഇൻവെസ്റ്റ്മെന്റ്സ് ഇല്ലാത്തവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. അതേപോലെ തന്നെ ഇക്വിറ്റിയിൽ കൂടുതൽ എക്സ്പോഷർ ഉണ്ട്. ഇനി നിങ്ങൾക്ക് ഡെറ്റിലാണ് എക്സ്പോഷർ കൂടുതൽ വേണ്ടെന്നുള്ളവർക്കും നല്ലൊരു ഓപ്ഷനാണ് സുകന്യ സമൃദ്ധി യോജന. അല്ലാത്ത എല്ലാവർക്കും മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും നല്ല ഓപ്ഷൻ.